അതെ, ലീഗുകാരോടാണ്, കോൺഗ്രസ്സുകാരോടാണ്, മുഴുവൻ UDF പ്രവർത്തകരോടുമാണ്. നിങ്ങളാണിത് പ്രധാനമായിട്ടും കാണേണ്ടത്. ഇപ്പോൾ നമ്മളൊരു നന്മ ചെയ്തിട്ട് CPMകാർ ചെയ്യുന്നത് പോലെ അത് ലോകത്തെ മുഴുവൻ വിളിച്ചറിയിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മൾ ചെയ്തൊരു കാര്യം അത് ചെയ്തില്ല എന്ന് പറയുമ്പോഴെങ്കിലും അതിൻ്റെ സത്യാവസ്ഥ ജനങ്ങളെ അറിയിക്കേണ്ടുന്ന ബാധ്യത നമുക്കെല്ലാവർക്കുമുണ്ട്. ഈ അടുത്ത കാലത്ത് CPM സൈബറിടത്തിൽ പ്രചരിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട തമാശയുണ്ട്. വയനാട്ടിൽ ദുരന്തം ഉണ്ടായതിനു ശേഷം വീടുകൾ എത്തിയില്ലെങ്കിൽ എന്താ, പ്രിയങ്ക ഗാന്ധിയുടെ കലണ്ടർ എത്തിയല്ലോ എന്ന്. ഈ വയനാട്ടിലെ വീടുകളുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആധികാരികമായി സംസാരിക്കാൻ കഴിയുന്ന നമുക്കാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയൂ, രാഹുൽ ഗാന്ധി വയനാടിൻ്റെ MP ആയതിനു ശേഷം, കൃത്യമായി പറഞ്ഞാൽ ഒരു 2022 ശേഷം വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടേതായ ഒരു പദ്ധതിയുണ്ട്. കൈത്താങ് എന്നാണ് ആ പദ്ധതിയുടെ പേര്. ആ പദ്ധതിയിലൂടെ മാത്രം ഇന്നുവരെ ഏതാണ്ട് 94 മനുഷ്യന്മാർക്കാണ് വീടുകൾ നിർമ്മിച്ച് നൽകി കൈമാറിയിരിക്കുന്നത്. അവിടെല്ലാം മനുഷ്യന്മാർ താമസിക്കുന്നുണ്ട്, സർക്കാരിന്റെ വീടുകൾ പോലെയല്ല. നിങ്ങളിൽ എത്ര പേർക്ക് ഈ 94 വീടുകൾ നൽകിയ കൈത്താങ് പദ്ധതിയെപ്പറ്റി അറിയാം? ഞാൻ തന്നെ ഈ കഴിഞ്ഞ ദിവസമാണ് രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ നിന്ന് ഇത് മനസ്സിലാക്കുന്നത്. ഞാൻ ആ ബെനിഫിഷ്യറീസിന് ലിസ്റ്റ് എടുത്തപ്പോൾ അതിനകത്ത് എനിക്ക് ശ്രദ്ധേയമായി തോന്നിയ ഒരു പേര് ഞാൻ കണ്ടു. ശ്രീ AK ബാലൻ മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം വയനാട്ടിലെത്തിയിട്ട് ഇന്ത്യക്ക് ആകെ അഭിമാനമായ വയനാട്ടിൽ നിന്നൊരു കായിക താരത്തോട് പറഞ്ഞു, നിനക്ക് ഞാൻ വീട് വെച്ച് നൽകാമെന്ന്. AK ബാലൻ അതങ്ങ് മറന്നുപോയി, പൊടി തട്ടി അങ്ങ് പോയി. പക്ഷേ രാഹുൽ ഗാന്ധി ഇതറിഞ്ഞിട്ട് അദ്ദേഹം വാക്കുമാറിയില്ല, വീട് വെച്ച് നൽകി. അതടക്കം വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരു സാധു മനുഷ്യന്റെ കുടുംബത്തിന് വീട് വെച്ച് കൊടുത്തതടക്കമാണ് ഈ 94 വീടുകൾ. ഇനി ദുരന്തത്തിന് ശേഷമുള്ള കാര്യങ്ങൾ മാത്രം പറയാം. ശ്രീമതി പ്രിയങ്ക ഗാന്ധി എന്ത് ചെയ്തു എന്നാണല്ലോ ചോദിക്കുന്നത്. മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് ചെറിയ ചെറിയ കച്ചവടങ്ങളുമായി ജീവിച്ചിരുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. അവരെ സർക്കാർ മൈൻഡ് ചെയ്തിട്ടേ ഇല്ല. അങ്ങനെയുള്ള 40 മനുഷ്യന്മാരെ ലിസ്റ്റ് ചെയ്ത് അവർക്ക് ഓരോരുത്തർക്കും 5 ലക്ഷം രൂപ വീതം ശ്രീമതി പ്രിയങ്ക ഗാന്ധി കൊടുത്തു. അങ്ങനെ നോക്കുമ്പോൾ ആകെ 2 കോടി രൂപയാണ് വയനാട്ടിൽ മുണ്ടക്കൈയിൽ ചെറിയ ചെറിയ കച്ചവട സ്ഥാപനങ്ങളുമായി ഇരുന്ന മനുഷ്യന്മാർക്ക് ഇതിനോടകം ശ്രീമതി പ്രിയങ്ക ഗാന്ധി കൊടുത്തത്. ഇനി CPMകാരോടാണ് ചോദിക്കുന്നത്, ഈ വീട് നിർമ്മിക്കാൻ കോൺഗ്രസിന്റെ ഈ പൈസ ഇല്ല എങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് 100 വീട് നിർമ്മിക്കുന്നത് ചോദിക്കുന്നുണ്ടല്ലോ. ആ CPMകാരോട് പറയുന്നു, 94 വീട് നിർമ്മിക്കാൻ രാഹുൽ ഗാന്ധി ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്നെങ്കിലും 1 രൂപയെങ്കിലും പിരിച്ചിട്ടുണ്ട്. ഈ 2 കോടി രൂപ അവിടുത്തെ ചെറിയ കച്ചവടക്കാർക്ക് കൊടുക്കാൻ ശ്രീമതി പ്രിയങ്ക ഗാന്ധി 1 രൂപയെങ്കിലും പിരിച്ചിട്ടുണ്ടോ? ലീഗ് 50 വീടുകൾ നിർമ്മിച്ച് കൈമാറിയതിനെ പറ്റി നിങ്ങൾ എത്ര പേര് സംസാരിക്കുന്നുണ്ട്? ആ വീടുകൾ എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ നിർമ്മിച്ചു കൊടുത്തതുപോലെ ഇലക്ട്രിക് പണി, പ്ലംബിംഗ് പണിയൊക്കെ ബാക്കിയുള്ള വീടുകളല്ല, നിർമ്മാണം പൂർത്തീകരിച്ച ആളുകൾക്ക് കൈമാറി കഴിഞ്ഞു. നമ്മുടെ KPCC പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ കണക്ക് പുറത്തുവിട്ടതിന് ശേഷം ഹാലിളകിയ CPMകാർ പ്രചരിപ്പിക്കുന്ന പുതിയൊരു ക്യാപ്സ്യൂളുണ്ട്. VS ജോയ് വെറും 3 പേരിൽ നിന്ന് പിരിച്ചത് 55 ലക്ഷം രൂപയാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ്സുകാരാകെ എത്ര രൂപ പിരിച്ചു കാണും? ആ ക്യാപ്സ്യൂൾ നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ DYFIക്കാരുടെ 20 കോടിയെ പറ്റിയിട്ടാണ്. DYFIയുടെ പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റി പിരിച്ചത് 33,18,907. DYFI മാടായി ബ്ലോക്ക് കമ്മിറ്റി പിരിച്ചത് 28,525,000. തലശ്ശേരി ബ്ലോക്ക് കമ്മിറ്റി പിരിച്ചത് 46,18,568. DYFI ഒഞ്ചിയം ബ്ലോക്ക് കമ്മിറ്റി പിരിച്ചത് 20,02,265. DYFIയുടെ തളിപ്പറമ്പ് ബ്ലോക്ക് കമ്മിറ്റി പിരിച്ചത് 23,50,000. DYFI നീലേശ്വരം ബ്ലോക്ക് കമ്മിറ്റി പിരിച്ചത് 30,300,000. അപ്പോൾ ഈ 6 കൂടെ കൂട്ടുമ്പോൾ 6 ബ്ലോക്ക് കമ്മിറ്റികൾ മാത്രം പിരിച്ച പണം കൂട്ടുമ്പോൾ ഏതാണ്ട് 1,80,90,565 രൂപ. അതായത് ശരാശരി എടുക്കുമ്പോൾ ഒരു ബ്ലോക്ക് കമ്മിറ്റി ഏതാണ്ട് 30,15,094 രൂപ വെച്ച് പിരിക്കണം. നമ്മുടെ DYFIക്ക് കേരളത്തിൽ 220 ബ്ലോക്ക് കമ്മിറ്റികളാണുള്ളത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിലാകെ DYFIക്കാർ പിരിച്ചത് 66,33,20,716 രൂപ. നിങ്ങൾ CMDRFിലേക്ക് പൈസ കൊടുക്കാത്തതിനകത്ത് തന്നെ ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട്. പോട്ടെ, നിങ്ങൾ അല്ലാതെ കൊടുത്തു എന്ന് പറയുന്ന അവകാശപ്പെടുന്ന തുക തന്നെ 20 കോടിയാണ്. ഇനി DYFIക്കാരും പറയൂ, നിങ്ങൾ പിരിച്ച 66 കോടിയിൽ 20 കോടി മാത്രം കൊടുക്കുമ്പോൾ ബാക്കി 46 കോടി രൂപ ആരുടെ അന്നനാളത്തിലാണ് നിങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ പറയണം. തുറന്നു പറഞ്ഞാൽ DYFIയുടെ കണക്ക് അടിമുടി ദുരൂഹമാണ്. നിങ്ങൾ ആകെ 20 കോടി രൂപ മാത്രമാണ് പിരിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. എങ്കിലും പോട്ടെ, നിങ്ങൾ 20 കോടി എങ്ങനെ പിരിച്ചു എന്നാണ് പറഞ്ഞത്? നിങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞത് ഞങ്ങൾ ആരിൽ നിന്നും 1 രൂപ പോലും കൈപ്പറ്റിയിട്ടില്ല, എല്ലാം ആക്രി പെറുക്കിയും മറ്റുമാണ് ഞങ്ങൾ പൈസ കണ്ടെത്തിയെന്നാണ്. അങ്ങനെ ആകുമ്പോഴൊരു ചെറിയ പ്രശ്നമുണ്ടല്ലോ. കേരളത്തിൽ പഴയ ഇരുമ്പിന് ആകെ 31 രൂപയെ കിട്ടും. പഴയ പത്രമാണെങ്കിൽ 21 രൂപ, പഴയ പ്ലാസ്റ്റിക് ആണെങ്കിൽ പിന്നെയും വിലക്കുറവാണ്, ആകെ 12 രൂപയെ കിട്ടും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 20 കോടി രൂപ വേണമെങ്കിൽ എത്ര ടൺ കണക്കിന് പേപ്പറും പ്ലാസ്റ്റിക്കും ഇരുമ്പും ഒക്കെ കൊടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് കേരളത്തിലെ റോഡുകളിലെല്ലാം
ഡിവൈഎഫ്ഐക്കാരുടെ ആക്രി ലോറുകൾ മാത്രം കൊണ്ട് നിറഞ്ഞേനെ. അങ്ങനെ ഒരു കാലം നമുക്ക് ഓർമ്മയില്ല. എങ്കിലും പോട്ടെ, നിങ്ങൾ അത്രയും രൂപ സമാഹരിച്ചു എന്ന് ഇരിക്കട്ടെ. നിങ്ങളോട് ഈ കണക്കുകൾ ചോദിച്ച ആളുകൾ ഉത്തരം മുട്ടിക്കുന്നുണ്ടല്ലോ, ആ ആളുകളെ ഉത്തരം മുട്ടിക്കാനായിട്ടുള്ള ഒരു എളുപ്പമാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം. ഈ നിങ്ങൾ ആക്രി വിറ്റ പൈസയാണെന്നല്ലേ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഈ ആക്രിക്ക്, പ്രത്യേകിച്ച് ഇരുമ്പാണ് എങ്കിൽ GST ആയിട്ട് കടക്കാർ കൊടുക്കേണ്ടത് 18%. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഈ 20 കോടി രൂപ ആക്രി വിൽക്കുമ്പോൾ ആക്രി കച്ചവടക്കാർ GST ആയി കൊടുക്കേണ്ടത് 3,60,00,000 രൂപയാണ്. ഡിവൈഎഫ്ഐക്കാർക്ക് സുവർണാവസരമാണ്. നേരെ പോയിട്ട് ആ കേരളത്തിലെ പല പല ആക്രി കച്ചവടക്കാരിൽ നിന്ന് ആ 3,60,00,000 രൂപയുടെ GST ബില്ല് അങ്ങോട്ട് വാരി വീശിയിട്ട് ഞങ്ങളുടെയൊക്കെ ഉത്തരം മുട്ടിച്ച് ഞങ്ങളൊക്കെ ചമ്മിച്ച് കളഞ്ഞാൽ മതി. കാര്യം എളുപ്പമായി, ഡിവൈഎഫ്ഐ സേഫുമായി. CPM ഡിവൈഎഫ്ഐ കൊണ്ട് നടത്തുന്ന കൊള്ള കൂടാതെയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കൊള്ള ഊരാളുങ്കലിനെ ഉപയോഗിച്ചുകൊണ്ടുള്ളതാണ്. കഴിഞ്ഞ ദിവസം ടൗൺഷിപ്പ് നിർമ്മാണത്തിൽ ടെൻഡർ പാലിച്ചിട്ടില്ല എന്നുള്ള വിവരം ഞാൻ പുറത്തു പറഞ്ഞപ്പോൾ എനിക്ക് മറ്റൊരു വിവരം കൂടെ കിട്ടി. മുണ്ടക്കൈ ദുരന്തമുണ്ടായ പുന്നപ്പുഴ നവീകരണത്തിന് വേണ്ടി 195 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നത്. അന്ന് മാലിന്യം കൊണ്ട് നിറഞ്ഞതാണ് പുന്നപ്പുഴ. ഈ പുന്നപ്പുഴയുടെ നവീകരണത്തിന് വേണ്ടിയിട്ട് ഉത്തരാഖണ്ഡിലും പഞ്ചാബിലുമൊക്കെ ഈ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുള്ള ചില കമ്പനികൾ സംസ്ഥാന സർക്കാരിനെ സമീപിച്ചു. അവർക്കാർക്കും ടെൻഡർ കൊടുക്കാതെ, യാതൊരു വിധമായ ടെൻഡർ നടപടികളും പാലിക്കാതെ സംസ്ഥാന സർക്കാർ ഈ പുഴ നവീകരണത്തിന്റെ എഗ്രിമെന്റ് കൊടുത്തിരിക്കുന്നത് മറ്റാർക്കുമല്ല, ഊരാളുങ്കലിനാണ്. ഇതിനോടകം തന്നെ 50 കോടി രൂപ ഊരാളുങ്കലിന് സംസ്ഥാന സർക്കാർ കൈമാറുകയും ചെയ്തു. മനുഷ്യമാംസം വരെ അടിഞ്ഞ ആ പുഴയിൽ നിന്ന്, ആ മാംസത്തിൽ നിന്ന് പോലും പൈസ കൈയിട്ട് വാരുവാൻ വേണ്ടി ഊരാളുങ്കലിൽ ഉപയോഗിക്കുന്ന സംസ്ഥാന സർക്കാർ, സത്യത്തിൽ അത് ഊരാളുങ്കലല്ല, പൈസ ഊരാനുള്ള സംസ്ഥാന സർക്കാരിന്റെ അങ്കിളാണ് ഊരാളുങ്കൽ എന്ന് ജനം തിരിച്ചറിയുകയാണ്. കുടുക്ക പൊട്ടിച്ച പണം മുതൽ ഓരോ ചില്ലിക്കാശും CMDRFിലേക്ക് മാത്രം നിക്ഷേപിക്കാനാണ് ആദ്യം മുതൽക്കേ സംസ്ഥാന സർക്കാർ പറയുന്നത്. അതുതന്നെയാണ് CPM ഏറ്റുപറഞ്ഞത്. പിന്നെയും എന്തുകൊണ്ടാണ് CPMന്റെ യുവജന സംഘടനയായ DYFI മാത്രം CMDRFിൽ പൈസ നിക്ഷേപിക്കാതെ മറ്റൊരു അക്കൗണ്ടിലാണ് പണം ഇട്ടതെന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് DYFIക്ക് മാത്രം ഊരാളുങ്കലുമായി സെപ്പറേറ്റ് എഗ്രിമെന്റ് ഉള്ളത്? ഊരാളുങ്കലും CPMന്റേത്, DYFIയും CPMന്റേത്. 20 കോടി തന്നെ കൊടുത്ത കർണാടക സർക്കാരിനോട് CMDRFിലേക്ക് തന്നെ പണമിടാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് അടിമുടി ദുരൂഹതയില്ല. ശവം തിന്നാൻ വരുന്ന കഴുകനേക്കാൾ ക്രൂര മനസ്സുമായി ഒരു പുഴയിലാകെ ഒഴുകി നടന്ന മനുഷ്യമാംസങ്ങളെ മറയാക്കി നിങ്ങൾ കൊയ്തുണ്ടാക്കിയ ആ കോടിക്കണക്കിന് രൂപയ്ക്ക് ഈ നാട് മറുപടി പറയിക്കും തീർച്ച. നിങ്ങൾ CPMന്റെ നേതാക്കന്മാർ ഉണ്ണുന്ന ഓരോ വറ്റു ചോറിലും ആ സാധു മനുഷ്യന്മാരുടെ മാംസത്തിന്റെ ഗന്ധമുണ്ടായിരിക്കുമെന്നുള്ള ഓർമ്മ നിങ്ങൾക്ക് എല്ലാ കാലത്തും ഉണ്ടാകണം. ഈ 9-ന് ഈ കണക്ക് നാട് പറയിക്കുക തന്നെ ചെയ്യും. ഒരു അപകടമുണ്ടാകുമ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന് പകരം അവയവം അടിച്ചു മാറ്റാമെന്ന മാനസികാവസ്ഥയിൽ നിന്ന് CPMന്റെ നേതാക്കന്മാർ മാറേണ്ടുന്ന കാലം കഴിഞ്ഞിരിക്കും. പറക്കമുറ്റാത്ത പിഞ്ചു കുഞ്ഞുങ്ങളുടേതടക്കം എത്ര മൃതശരീരങ്ങളാണ് മാംസകഷ്ണങ്ങളായി ചാലിയാർ പുഴയിലൂടെ ഒഴുകി നടന്നത്. ആ മാംസകഷ്ണങ്ങൾക്കാണ് ശവംതീനികളായ CPMന്റെ നേതാക്കന്മാർ വില പറഞ്ഞിരിക്കുന്നത്. CPMന്റെ ശവംതീനികളായ നേതാക്കന്മാരോട് ഓർമ്മപ്പെടുത്തുന്നു, ചാലിയാർ പുഴയാണ് സത്യം, ആ പുഴയിലൂടെ ഒഴുകിയ മനുഷ്യരാണ് സത്യം. ഈ നാട് നിങ്ങൾക്ക് മാപ്പ് തരില്ല ഒരു കാലത്തും. ജനങ്ങൾ ജനവിധിയിലൂടെ അത് തെളിയിക്കുക തന്നെ ചെയ്യും.